ഹലോ മക്കളെ, നമ്മൾ ഇന്ന് അടിയന്തരാവസ്ഥയാണ് പഠിക്കാൻ പോകുന്നത്. അടിയന്തരാവസ്ഥ അഥവാ എമർജൻസി. PSC പഠിക്കുന്ന എല്ലാവരും തന്നെ എമർജൻസിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. PSC സ്ഥിരം അതിൽ നിന്ന് ചോദ്യങ്ങൾ ഇടാറുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ PSC ബുള്ളറ്റിൻ 65-ാം വിശേഷാൽ പതിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തരും അല്ലെ. ഇൻട്രൊഡക്ഷൻ തന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ PSC ബുള്ളറ്റിന്റെ 65-ാം വിശേഷാൽ പതിപ്പിലുള്ള ചോദ്യോത്തരങ്ങൾ വായിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതൊന്നും ക്യാച്ച് ചെയ്യാൻ സാധിക്കണം എന്നില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണെന്നറിയാലോ, 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയുണ്ട്. നാഷണൽ എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി അഥവാ രാഷ്ട്രപതി ഭരണമുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്. 3 തരം എമർജൻസികളാണ് ഉള്ളത്. നമ്മുടെ ഭരണഘടനയിലെ ഈ എമർജൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും നമുക്കറിയാം. ഏത് ഭാഗത്തിലാണ്? ഭാഗം പലർക്കും അറിയില്ലായിരിക്കും അല്ലെ. ഭാഗം 18 ഭാഗം ഏതാണ്? ഭാഗം 18. അപ്പൊ നമുക്ക് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു 8ന്റെ പണി വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ അടിയന്തരാവസ്ഥ. ഭാഗം 18 8ഉം 18 ഉള്ളൂ. അതിൽ 18 എന്തിനെ കുറിച്ച് പറയുന്നത്? എമർജൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് 8ന്റെ പണി വരുന്ന ഒരു അവസ്ഥയാണല്ലേ. അതുകൊണ്ട് തന്നെ 18 നമുക്ക് ഓർക്കാൻ സാധിക്കും. പിന്നെ ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ്? ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എമർജൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓരോ ആർട്ടിക്കിളും നമ്മൾ പഠിച്ചിരിക്കണം. ആദ്യ കാലത്തൊക്കെ നമുക്ക് ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി, പിന്നെ 4 കൂടി കൂട്ടാം 356 സ്റ്റേറ്റ് എമർജൻസി അഥവാ പ്രസിഡന്റ് റൂള്, പിന്നെ 4 കൂടി കൂട്ടാം 360 ഫിനാൻഷ്യൽ എമർജൻസി. ഈ 4 ആർട്ടിക്കിൾ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമ്മൾ എല്ലാ ആർട്ടിക്കിളും അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനി ഈ നമ്മുടെ അടിയന്തരാവസ്ഥ എന്നുള്ള സംഭവം നമ്മുടെ ഭരണഘടനയിൽ 352 മുതൽ 360 വരെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്? എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. അപ്പൊ എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോഴും പറഞ്ഞു അല്ലെ, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അതും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഈ വ്യവസ്ഥ നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പൊ ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാ മൗലികാവകാശങ്ങളും അങ്ങനെ റദ്ദ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഏതൊക്കെ മൗലികാവകാശങ്ങളാണ് നമുക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കാത്തത്? ആർട്ടിക്കിൾ 20-ലും 21-ലും അല്ലെ. ആർട്ടിക്കിൾ 20-ലും 21-ലും പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങൾ നമുക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ റദ്ദ് ചെയ്യുന്ന നമ്മുടെ ഒരു അവകാശം ഉണ്ടല്ലോ. ഏതാണ്? ആർട്ടിക്കിൾ 19-ൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ അല്ലെ. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ. അങ്ങനെ കുറെ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ ആർട്ടിക്കിൾ 19-ൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്തു പോകും ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച. അപ്പൊ 19 എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പോകും. 19 അപ്പൊ തന്നെ പോകും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അപ്പൊ തന്നെ പോകുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 19. എന്നാൽ ഒരിക്കലും നമുക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കാത്തത് ഏതാണ്? ആർട്ടിക്കിൾ 20-ഉം 21-ഉം ആണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം. ഈ ആർട്ടിക്കിൾ ഉണ്ടല്ലോ 352 മുതൽ 360 വരെ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളുകൾ നമുക്കൊന്ന് നോക്കാം. അത് വളരെ എളുപ്പമാണ്, പേടിക്കാനൊന്നുമില്ല. 352 എന്താണ്? നാഷണൽ എമർജൻസിനെ കുറിച്ചാണ് അല്ലെ, ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇന്ത്യയിൽ മുഴുവൻ പ്രദേശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ, അപ്പൊ ഇന്ത്യയിൽ മുഴുവൻ പ്രദേശത്തായിട്ടും പ്രഖ്യാപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ടും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കണം, ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മൊത്തമായിട്ടല്ല, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തായിട്ടായാലും പ്രഖ്യാപിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ 42ാമത്തെ അമെന്റ്മെന്റ് ഉണ്ടല്ലോ, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 1976-ലെ 42ാം അമെന്റ്മെന്റ് പ്രകാരമാണ് ഇങ്ങനെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 352-ൽ എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ മുഴുവൻ പ്രദേശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ യുദ്ധം,
ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്ന് കാരണം ശ്രദ്ധിക്കണം. ഒന്ന്, യുദ്ധം നമുക്കറിയാലേ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം, അല്ലെ, ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതേപോലെ തന്നെ ബാഹ്യ ആക്രമണം എന്ന് വെച്ചാൽ നമ്മ അങ്ങോട്ട് ആക്രമിക്കാൻ പോയിട്ടില്ല, അവര് നമ്മളെയാണ് ആക്രമിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ നമ്മുടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് 1962 പ്രഖ്യാപിച്ചത്. അതിനുള്ള കാരണം ഈ ബാഹ്യ ആക്രമണമായിരുന്നു. അതായത് നമ്മുടെ ചൈന നമ്മളെ വന്നിട്ട് ആക്രമിച്ചു, അതായിരുന്നു ആദ്യത്തെ അടിയന്തരാവസ്ഥയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ ബാഹ്യ ആക്രമണവും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണമാണ്. അടുത്തത് സായുധ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദേശീയ അടിയന്തരാവസ്ഥ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. അതായത് ഇപ്പം ആദ്യം ഇതിന്റെ പേര് ആഭ്യന്തര കലാപം എന്നായിരുന്നു. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആഭ്യന്തര കലാപം എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. പിന്നീടാണ് അത് സായുധ കലാപം, 44ാമത്തെ അമെന്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 42ാമത്തെ അമെന്റ്മെന്റ് ആണ്. ഇത് 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം 1978 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് ഇതിന്റെ പേര് ആഭ്യന്തര കലാപം എന്നുള്ള പേര് മാറ്റിയിട്ട് സായുധ കലാപം എന്നാക്കി മാറ്റിയത്. അപ്പൊ സായുധ കലാപമാണെന്നുണ്ടെങ്കിലും എന്ത് പ്രഖ്യാപിക്കാം? രാഷ്ട്രപതിക്ക് അവിടുത്തെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. മനസ്സിലായോ? നമ്മുടെ ഇവിടെ 2 അമെന്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഒന്ന് 42ാമത്തെ അമെന്റ്മെന്റ് എന്താണ് പറഞ്ഞത്? അതായത് ഇന്ത്യയിൽ മുഴുവൻ ഭാഗത്തായിട്ടല്ല, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും എന്ന് കൊണ്ടുവന്ന വ്യവസ്ഥ കൊണ്ടുവന്നതാണ് 42ാമത്തെ അമെന്റ്മെന്റ് 1976 കൊണ്ടുവന്നത്. പിന്നെ പറഞ്ഞത് 44ാമത്തെ അമെന്റ്മെന്റ് ആണ്. അതെന്താണ് പറഞ്ഞത്? അതായത് ഇത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം ആഭ്യന്തര കലാപം എന്നായിരുന്നു. ഈ ആഭ്യന്തര കലാപം എന്നുള്ള പേര് മാറ്റിയിട്ട് അതിന് സായുധ കലാപം എന്നാക്കിയത് 44ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ്. 1978 44ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ്. അപ്പൊ നമ്മ പറഞ്ഞു വന്നത് ആർട്ടിക്കിൾ 352 എന്താണ് 352 പറയുന്നത്? ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ മുഴുവൻ പ്രദേശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 352. അപ്പൊ ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് തൊട്ടടുത്തുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്. 352 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ തൊട്ടടുത്ത ആർട്ടിക്കിൾ 353 എന്താണ് പറയുന്നത്? ഇനി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുന്നു? ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ എന്താണ് ഉണ്ടാവുക? ഈ സ്റ്റേറ്റിന്റെ കൺട്രോൾ ആര് ഏറ്റെടുക്കും? കേന്ദ്രം ഏറ്റെടുക്കും, സെൻട്രൽ ഏറ്റെടുക്കും അല്ലെ? നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഭരണം ആരേറ്റെടുക്കും? ഭരണം ഏറ്റെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മന്ത്രിസഭയോ അല്ലെങ്കിൽ നിയമസഭയൊന്നും പിരിച്ചുവിടുന്നില്ല. പക്ഷെ അവിടെ കൺട്രോൾ കൊണ്ടുവരും. ആര് കൺട്രോൾ കൊണ്ടുവരും? കേന്ദ്രം കൺട്രോൾ വരും. എങ്ങനെയാണ് ഈ കൺട്രോൾ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലെ? സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മൾ പഠിക്കുന്ന എന്താണ്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റിലെ ആർക്കാണ്? നമ്മുടെ കേന്ദ്രത്തിന് മാത്രമേ നിയമനിർമ്മാണം നടത്താൻ പറ്റുള്ളൂ. മൂപ്പരുടെ കയ്യിലാണ് ഈ യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ യൂണിയന് പെട്ടെന്നൊന്നും കയറി അങ്ങനെ കൈകടത്താൻ സാധിക്കില്ല. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എന്ത് തോന്നിയാസവും കാണിക്കാം. യൂണിയന് വന്നിട്ടും അതായത് കേന്ദ്രത്തിന് വന്നിട്ടും നിയമനിർമ്മാണം നടത്താൻ പറ്റും, സ്റ്റേറ്റിന് വന്നിട്ടും നിയമനിർമ്മാണം നടത്താൻ പറ്റില്ല. അതാണ് കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റിലുള്ള വിഷയങ്ങളുടെ മേലിൽ ആർക്ക് കൺട്രോൾ വരും? നമ്മുടെ കേന്ദ്രത്തിന് കൺട്രോൾ വരും. സ്റ്റേറ്റിന്റെ പരിധിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളുടെ കൺട്രോൾ കേന്ദ്ര ഗവൺമെന്റിന് പിന്നീട് ഈ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിലെല്ലാം കൺട്രോൾ കേന്ദ്ര ഗവൺമെന്റിന് ആയിരിക്കും എന്ന് ആർട്ടിക്കിൾ 353 പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവിടെ. അതായത് ഇങ്ങനെ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ലോകസഭയുടെ കാലാവധി ഇപ്പൊ 5 വർഷം ഇപ്പൊ അവസാനിക്കാൻ പോകുകയാണ്. അപ്പൊ ആ സമയത്ത് ആ എമർജൻസിയുടെ ഇടയിൽ കൊണ്ടുവന്ന് ലോകസഭ പിരിച്ചുവിട്ട് പുതിയൊരു ഇലക്ഷൻ നടത്താൻ നിൽക്കില്ല. എന്ത് ചെയ്യും? ഈ ലോകസഭയുടെ കാലാവധി 1 വർഷം കൂടി നീട്ടിക്കൊടുക്കും. അങ്ങനെ ലോകസഭയുടെ ആയുസ് 1 വർഷം നീട്ടാനും രാഷ്ട്രപതിക്ക് സാധിക്കും. എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലോകസഭയുടെ കാലാവധി 1 വർഷത്തേക്ക് നീട്ടാനും സാധിക്കും എന്നാണ് പറയുന്നത്.
അപ്പൊ ആർട്ടിക്കിൾ 352 പ്രകാരം നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. 353 എന്താണ്? ഇനി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എന്ത് മാറ്റം സംഭവിക്കുന്ന പറയണത്. അതായത് സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ സെൻട്രലിന് കേന്ദ്രത്തിന് ഒരു കൺട്രോൾ വരും. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ആര് കൺട്രോൾ ചെയ്യും? നമ്മുടെ കേന്ദ്രം കൺട്രോൾ ചെയ്യും അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ലോകസഭയുടെ ആയുസ് ഒരു വർഷം കൂടി നീട്ടാനുള്ള അനുമതിയും കൂടി അല്ലെങ്കിൽ അതിനുള്ള പെർമിഷനും കൂടി ആർക്കുണ്ട്? നമ്മുടെ രാഷ്ട്രപതിക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ കൺട്രോൾ വരും വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ സ്റ്റേറ്റിന്റെ മന്ത്രിസഭനെയോ അല്ലെങ്കിൽ നിയമസഭനെയോ ഒരിക്കലും പിരിച്ചുവിടില്ല. ഒരു കൺട്രോൾ കൊണ്ടുവരും എന്ന് മാത്രമേ ഉള്ളൂ നാഷണൽ എമർജൻസിയിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 353 പറഞ്ഞു. ഇനി 354 എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മളിപ്പോ ഒരു GST പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ എമൗണ്ടും കേന്ദ്രത്തിന് മാത്രമല്ല, അതിന് നമ്മുടെ സ്റ്റേറ്റിനും കൂടി ഒരു വിഹിതം ഉണ്ട് അല്ലെ. നികുതി പിരിക്കുന്ന പല നികുതിയിലും കേന്ദ്രത്തിനും സ്റ്റേറ്റിനും സംസ്ഥാനങ്ങൾക്കും വിഹിതമുണ്ട് അല്ലെ. ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 268 മുതൽ 293 വരെയാണ് നമ്മുടെ കേന്ദ്ര സംസ്ഥാന വിഹിതത്തെ കുറിച്ച് പറയുന്നത്. ഈ ധനകാര്യ കാര്യങ്ങളിൽ കേന്ദ്രത്തിനുമുണ്ട് സംസ്ഥാനത്തിനും വിഹിതമുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 268 മുതൽ, കേട്ടാ മതി, 268 മുതൽ 293 വരെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നിർത്തലാക്കിയിട്ട് ഈ ധനവിനിയോഗത്തിനുള്ള മുഴുവൻ പവറും കേന്ദ്ര സർക്കാരിനായിരിക്കും. പിന്നെ അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ സ്റ്റേറ്റ് ലിസ്റ്റ് മുഴുവനായിട്ടും ആരെടുക്കും? കേന്ദ്രം എടുക്കും എന്ന് പറഞ്ഞു അല്ലെ, കൺട്രോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നത് എന്താണ്? ഈ ധനവിനിയോഗം, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധനവിനിയോഗത്തിന്റെ കാര്യങ്ങളിൽ ആർക്ക് അധികാരം വരും? കേന്ദ്ര സർക്കാരിന് അധികാരം വരും. മനസ്സിലായി? അപ്പൊ അതിന് 353 പറഞ്ഞത് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ലോകസഭയ്ക്ക് ഒരു വർഷം കൂടി നീട്ടാനുള്ള ഒരു പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അത് 354 എന്താണ് പറഞ്ഞത്? 354 എന്ന് പറയുമ്പോൾ ധനകാര്യമാണ്. ധനവിഷയങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരാനും അതിൽ കൂടുതൽ പവർ ആർക്ക് കിട്ടും? ധനവിനിയോഗത്തിനുള്ള കൂടുതൽ പവർ കേന്ദ്രത്തിന് കിട്ടും. അപ്പൊ നമ്മൾ 352 നാഷണൽ എമർജൻസിനെ കുറിച്ചിട്ടും നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ കേന്ദ്രത്തിനുള്ള കൂടുതൽ പവറിനെ കുറിച്ചിട്ടും 353-ലും 354-ലും പറഞ്ഞു. ഇനി 355 എന്താണെന്ന് പറയണത്, ഇങ്ങനെ പവറുകൾ മാത്രം എടുത്താൽ പോരാ, നമ്മുടെ സ്റ്റേറ്റിനെ, ഓരോ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കാനുള്ള കടമ കൂടി യൂണിയൻ ഉണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 355. വളരെ ഇമ്പോർട്ടന്റ് ആണ്, PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 355. അതായത് ഈ കൺട്രോളുകൾ മാത്രം എടുത്താൽ പോരാ, എന്തും കൂടി ചെയ്യണം? സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള കടമ കൂടി കേന്ദ്രത്തിനുണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 355. അപ്പൊ പ്രത്യേകിച്ച് ഈ ബാഹ്യ ആക്രമണം അല്ലെ, അതായത് യുദ്ധമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള അസ്വസ്ഥതകളിൽ നിന്നെല്ലാം സംസ്ഥാനങ്ങളെ സംരക്ഷിക്കാനുള്ള യൂണിയന്റെ കടമയെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 355 പറയുന്നത്. അപ്പൊ ഈ 4 ആർട്ടിക്കിൾ നിങ്ങൾക്ക് തറായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം തന്നെ ആർട്ടിക്കിൾ 352 എന്ന് പറഞ്ഞാൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ യുദ്ധമോ ബാഹ്യാക്രമണമോ സായുധ കലാപമോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൊത്തം ഇന്ത്യയിൽ മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിലും എന്ത് പ്രഖ്യാപിക്കാൻ സാധിക്കും? ദേശീയ അടിയന്തരാവസ്ഥ രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും അല്ലെ. ഈ അടിയന്തരാവസ്ഥ ഏത് അടിയന്തരാവസ്ഥയാണെങ്കിലും അത് പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും രാഷ്ട്രപതിയാണ്. വേറൊരാൾക്കും അതിനുള്ള അവകാശമില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും രാഷ്ട്രപതിയാണ്, പിൻവലിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇനി ആർട്ടിക്കിൾ 353 ഇങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളിലും ആർക്ക് കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും? കേന്ദ്ര ഗവൺമെന്റിന് കൺട്രോൾ ഉണ്ടായിരിക്കും അല്ലെ. കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളിലെല്ലാം കൺട്രോൾ. അതോടൊപ്പം തന്നെ ലോകസഭയുടെ കാലാവധി ഒരു വർഷം കൂടി നീട്ടാനുള്ള അധികാരം നമ്മുടെ രാഷ്ട്രപതിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി 354 എന്താണ് പറഞ്ഞത്? ധനവിനിയോഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ധനവിനിയോഗത്തിൽ ആർക്ക്? കേന്ദ്ര സർക്കാരിന് അധികാരം ഉണ്ടായിരിക്കും. കേന്ദ്ര സർക്കാരിനാണ് പിന്നീട് അതിലുള്ള അധികാരം എന്നാണ് 354 പറയുന്നത്. 355 പറയുന്നത് ഇങ്ങനെ അധികാരങ്ങൾ മാത്രം എടുത്താൽ പോരാ, ഇങ്ങനെ ബാഹ്യ ആക്രമണമോ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളെ ഇതിൽ നിന്നെല്ലാം സംരക്ഷിക്കാനുള്ള ചുമതല കൂടി യൂണിയൻ ഉണ്ട് എന്നാണ് 355 പറയുന്നത്. ഇനി 356 വരുമ്പോൾ എന്തായി? അത് സ്റ്റേറ്റ് എമർജൻസി അഥവാ എന്തായി മാറി? രാഷ്ട്രപതി ഭരണം.
സ്റ്റേറ്റ് എമർജൻസി എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഭരണഘടനയിൽ എവിടം തന്നെ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം രാഷ്ട്രപതി ഭരണം, പ്രസിഡന്റ് റൂൾ എന്നാണ് പറയുന്നത്. ഈ രാഷ്ട്രപതി ഭരണം എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളും ഭരണഘടനയ്ക്ക് അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ, അല്ലെ? ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ വേണം സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കാൻ. ഇനി അങ്ങനെയല്ല ഈ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവർണർക്ക് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ആവശ്യപ്പെടണമെന്നില്ല, ഇനി അങ്ങനെ തോന്നി, രാഷ്ട്രപതിക്ക് തോന്നി ഈ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊന്നും ഭരണഘടനാ വിധേയമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്, അവിടെ കുറച്ച് പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് നേരിട്ട് വേണമെന്നുണ്ടെങ്കിലും അവിടെ എന്ത് ഏർപ്പെടുത്താൻ സാധിക്കും? രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധിക്കും. ഈ രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മന്ത്രിസഭ പിരിച്ചുവിടും. നിയമസഭ പിരിച്ചുവിടണമെന്നില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിരിച്ചുവിടുന്നില്ല. പക്ഷെ മന്ത്രിസഭ പിരിച്ചുവിട്ടിട്ട് പിന്നെ അവിടെ ഭരണം നടത്തുന്നത് നമ്മുടെ ഗവർണറും ചീഫ് സെക്രട്ടറി ഉണ്ടാവില്ല, ചീഫ് സെക്രട്ടറിയും അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് നിയോഗിക്കുന്ന ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു സമിതിയും കൂടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അവരിനാണ് പിന്നീട് അവിടെ ഭരണം നടത്തുന്നത്. അപ്പൊ മന്ത്രിസഭ പിരിച്ചുവിടും. മന്ത്രിസഭ പിരിച്ചുവിട്ടാൽ പിന്നെ ഭരണം നടത്താൻ ആരുമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആ മന്ത്രിസഭ അവിടെ പിന്നെ ഭരണം നടത്തുന്നത് ഗവർണറും ചീഫ് സെക്രട്ടറിയും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു IAS ഓഫീസർ ആയിരിക്കും, അല്ലെ? അപ്പൊ ചീഫ് സെക്രട്ടറിയും പിന്നെ ഈ പ്രസിഡന്റ് ഏർപ്പെടുത്തുന്ന അഡ്വൈസറി ബോർഡിലെ അംഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയും ചേർന്നിട്ടായിരിക്കും പിന്നെ അവിടെ ഭരണം നടത്തുന്നത്. ഈ ആർട്ടിക്കിൾ 356 ഈ സ്റ്റേറ്റ് എമർജൻസിനെ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് തന്നെ അതിനെ ഡെഡ് ലെറ്റർ എന്നാണ് വിശേഷിപ്പിച്ചത്. എന്താ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ആർട്ടിക്കിൾ 356 പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെ? നമ്മളിപ്പോ തന്നെ അറിയാം, ആദ്യം തന്നെ നമ്മുടെ കേരളത്തിൽ അടിയന്തരാവസ്ഥ വന്നു, നമ്മുടെ മന്ത്രിസഭനെ പിരിച്ചുവിട്ടു. 1959 നമ്മുടെ EMSന്റെ മന്ത്രിസഭനെ പിരിച്ചുവിട്ടു. അപ്പൊ എന്ന് വെച്ചാൽ EMS മന്ത്രിസഭ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയാണ്. കേന്ദ്രത്തിൽ ഇരിക്കുന്നത് ഏതാണ്? നമ്മുടെ കോൺഗ്രസിന്റെ മന്ത്രിസഭയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലാണ് നമ്മുടെ സെൻട്രലിൽ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും അത് രാഷ്ട്രീയമായിട്ടുള്ള വിരോധങ്ങൾക്ക്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യമാണെങ്കിൽ പോലും നമുക്കറിയാം കേന്ദ്രത്തിൽ ഏതാണ്? BJP ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും BJP തന്നെയാണ് ഭരിക്കുന്നത്. പക്ഷെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വിരോധങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡെഡ് ലെറ്റർ എന്ന് ഇത് ഉണ്ടായ സമയത്ത് തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഭരണമാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസിയാണ്. പക്ഷെ സ്റ്റേറ്റ് എമർജൻസി എന്ന് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, പ്രസിഡന്റ് റൂൾ അഥവാ രാഷ്ട്രപതി ഭരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചല്ല ഒരു സംസ്ഥാനത്തിലെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗവർണർക്ക് ശുപാർശ ചെയ്യാം, അല്ലെ? ഇവിടെ നടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്, അതുകൊണ്ട് ഇവിടെ പ്രസിഡന്റ് റൂൾ വരണം എന്ന് ഗവർണർക്ക് ശുപാർശ ചെയ്യാം രാഷ്ട്രപതിയോട്. അല്ലാന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് അത് നേരിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, രാഷ്ട്രപതിക്ക് അത് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? അവിടെ പ്രസിഡന്റ് റൂള് ഏർപ്പെടുത്താൻ സാധിക്കും. പിന്നെ അവിടെ മന്ത്രിസഭ പിരിച്ചുവിടും. പക്ഷെ അവിടുത്തെ എന്ത് പിരിച്ചുവിടില്ല? നിയമസഭയോ അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണകൂടം ഒന്നും തന്നെ പിരിച്ചുവിടില്ല. എന്നിട്ട് അവിടുത്തെ ഭരണം ആരേറ്റെടുക്കും? ഗവർണറും ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ രാഷ്ട്രപതി ഉപദേശിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയും കൂടി ഏറ്റെടുത്ത് നടത്താണ് ചെയ്യുന്നത്. ഈ സമയത്ത് വരുന്ന ബഡ്ജറ്റുകളൊക്കെ എവിടെയാണ് അവതരിപ്പിക്കുക? അതായത് ഇപ്പോൾ അവിടെ രാഷ്ട്രപതി ഭരണമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബഡ്ജറ്റൊക്കെ നമ്മുടെ ലോകസഭയിലാണ് അവതരിപ്പിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും നിയമനിർമ്മാണങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ പാർലമെന്റ് ആയിരിക്കും നിയമനിർമ്മാണം നടത്തുക. അല്ലാതെ ഈ പാർലമെന്റിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ പാർലമെന്റ് അത് മറ്റേതെങ്കിലും ഒരു അതോറിറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അവിടെ നിയമനിർമ്മാണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമില്ല, നിങ്ങളത് ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു അതോറിറ്റിനെ ഏൽപ്പിക്കും. അപ്പൊ ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 356. ഇത് എല്ലാതും പറയുന്നില്ല, സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പൊതുവായി കാര്യങ്ങളാണ് പറഞ്ഞത്. 356 എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് റൂളാണ്. ഭരണഘടനാ സംവിധാനത്തെ സംസ്ഥാനം പിന്തുടരുന്നില്ല എന്ന പേരിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഭരണം കൊണ്ടുവരാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ആ ഭരണം ഏറ്റെടുക്കാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. അപ്പൊ 356 കിട്ടിയല്ലോ. അപ്പൊ ഇനി 356 സ്റ്റേറ്റ് എമർജൻസിയാണ്. സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് തൊട്ടടുത്ത ആർട്ടിക്കിളുകളിൽ പറയാം, അല്ലെ? അപ്പൊ 357 എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത്. അതായത് സംസ്ഥാന നിയമസഭകളുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ പാർലമെന്റ് ആയിരിക്കും പിന്നീട് നിയമങ്ങൾ ഉണ്ടാക്കാം.
സംസ്ഥാന നിയമസഭയുടെ അധികാര പരിധിയിൽ വരുന്ന ഏത് വിഷയത്തിലും പിന്നീട് പാർലമെന്റ് ആയിരിക്കും നിയമങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഇനിയിപ്പോൾ പാർലമെന്റിന് അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും അതോറിറ്റിക്ക് കൈമാറാൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിനെ അധികാരപ്പെടുത്താനും സാധിക്കും. ഇതാണ് 357 പറയുന്നത്. അടുത്തത് 358, 359 പറയുന്നത് നമ്മുടെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗലികാവകാശങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതായത് ഫസ്റ്റ് നമ്മ പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ആർട്ടിക്കിൾ അവിടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൗലികാവകാശം അവിടെ ക്യാൻസൽ ആയി പോകില്ല. ഏതാണ്? ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ ക്യാൻസൽ ആയി പോകില്ലേ. അപ്പൊ ഇതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 358 പറയുന്നത്. അവിടെയും 8 ഉണ്ട് അല്ലെ, ഒരു 8ന്റെ പണിവേരാണ് അല്ലെ. 358 എന്ന് പറഞ്ഞ ഒരു 8ന്റെ പണിവേരാണ്. എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 358. 359 പറയുന്നത് നാഷണൽ എമർജൻസി സമയത്ത് ഈ ആർട്ടിക്കിൾ 19 പുറമെ മറ്റ് മൗലികാവകാശങ്ങൾ വേണമെങ്കിലും നമ്മുടെ പ്രസിഡന്റിന് താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധിക്കും എന്നാണ് ആർട്ടിക്കിൾ 359 പറയുന്നത്. പക്ഷെ എന്താണ്? ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആർട്ടിക്കിൾ 19 പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റദ്ദ് ചെയ്തു പോകും അല്ലെ. എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 358. 8ന്റെ പണി വന്നൂല്ലേ, 358. 359 പറയുന്നത് ഈ ആർട്ടിക്കിൾ 19 പുറമെ മറ്റ് മൗലികാവകാശങ്ങൾ വേണമെങ്കിലും പ്രസിഡന്റിന് നിർത്തിവെക്കാൻ സാധിക്കും, താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധിക്കും എന്നാണ് ആർട്ടിക്കിൾ 359 പറയുന്നത്. പക്ഷെ ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക്കിൾ 360 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് അല്ലെ. അതായത് നമ്മുടെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ സാധിക്കും. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ശമ്പളങ്ങളിലും ബാക്കി ആനുകൂല്യങ്ങളിലും എല്ലാതും രാഷ്ട്രപതിക്ക് ചുരുക്കാൻ സാധിക്കില്ല. അത് ഏത് ലെവൽ വരെയുള്ള ഏത് ഉദ്യോഗസ്ഥർക്ക് വേണമെന്നുണ്ടെങ്കിലും, ഇപ്പൊ ജഡ്ജിമാർ കാണുന്നുണ്ടെങ്കിലും കമ്മീഷണർമാർ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ഏത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണമെന്നുണ്ടെങ്കിലും അവരുടെ ശമ്പളങ്ങളെല്ലാം വെട്ടിച്ചുരുക്കും അല്ലെ. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുമില്ല. ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ച് ഭയങ്കര ഡീപ്പായി ചോദിക്കാറില്ല. പക്ഷെ നാഷണൽ എമർജൻസിയും സ്റ്റേറ്റ് എമർജൻസിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. 3 എമർജൻസികളും ഒന്ന് കമ്പയർ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഒരു ആർട്ടിക്കിളും കൂടി പറയാനുണ്ട്. ആർട്ടിക്കിൾ 365. ശരിക്കും നമ്മുടെ എമർജൻസി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ്. പക്ഷെ ഈ എമർജൻസിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആർട്ടിക്കിൾ 365 എന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 356 അല്ലെ, 56 ആ 6ഉം 5ഉം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾ 365 കിട്ടും ഇല്ലേ. അപ്പൊ അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 356ഉം ആർട്ടിക്കിൾ 365ഉം തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സംസ്ഥാനം നമ്മുടെ ഭരണഘടന അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, ഒരു സംസ്ഥാനത്തെ ഭരണഘടനയ്ക്ക് വിധേയമായല്ല മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവിടെ രാഷ്ട്രപതിക്ക് എന്ത് കൊണ്ടുവരാം? രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവരാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. എന്നാൽ 365 പറയുന്നത് ഒരു സംസ്ഥാനം ഭരണഘടനാ വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട കടമ യൂണിയനുണ്ട് എന്നാണ് 365 പറയുന്നത്. അതായത് ഒരു സംസ്ഥാനം ഭരണഘടനാ വിധേയമായാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള യൂണിയന്റെ കടമയെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 365 പറയുന്നത്. ഇനി ഒരു സംസ്ഥാനം ഭരണഘടനാ വിധേയമായല്ല പ്രവർത്തിക്കുന്നത് എന്ന് രാഷ്ട്രപതിക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ 356 പ്രകാരം അവിടെ സ്റ്റേറ്റ് എമർജൻസി അഥവാ പ്രസിഡന്റ് റൂൾ കൊണ്ടുവരാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അപ്പോൾ 356 പറയുന്നത് രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ 365 പറയുന്നത് ഒരു സംസ്ഥാനം ഭരണഘടനാ വിധേയമായാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള യൂണിയന്റെ കടമയെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 365 പറയുന്നത്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം.
ഇനി ഇത് തമ്മിലുള്ള നമ്മുടെ നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി, ഇത് മൂന്നും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിൾ പറയുന്നു? ആർട്ടിക്കിൾ 352 പറയുന്നു. അപ്പൊ സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ പ്രസിഡന്റ് റൂള് ഏത് ആർട്ടിക്കിളിൽ പറയുന്നു? ആർട്ടിക്കിൾ 356 പറയുന്നു. അപ്പൊ ഫിനാൻഷ്യൽ എമർജൻസി അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ എവിടെ പറയുന്നു? 360 പറയുന്നു അല്ലെ. അപ്പൊ ആർട്ടിക്കിളുകൾ മൂന്നും പഠിച്ചിരിക്കാം. 352, 356, 360. ഒന്നാമത്തെ കമ്പാരിസൺ കഴിഞ്ഞു കേട്ടോ. ഇനി രണ്ടാമത്തെ കമ്പാരിസൺ എന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും അല്ലെ ഇത് അവതരിപ്പിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഇരു സഭകളുടെയും സമ്മതം വേണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക്, അതായത് ക്യാബിനറ്റിന്റെ റിട്ടേൺ റെക്കമെൻഡേഷൻ വേണമെന്ന് പറയാം. അങ്ങനെ ഒരു വ്യവസ്ഥ മുമ്പ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇന്ദിരാഗാന്ധി ഇഷ്ടത്തിന് ഇപ്പൊ ക്യാബിനറ്റ് പോലും അറിയാതെ അല്ലെങ്കിൽ പാർലമെന്റിൽ അംഗങ്ങൾ പോലും അറിയാതെയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അല്ലെ. അതിനെ തുടർന്നാണ് പിന്നീട് നമ്മുടെ 44ാം അമെന്റ്മെന്റ് പ്രകാരം, അതായത് പാർലമെന്റിന്റെ അംഗീകാരം വേണം, നമ്മുടെ ക്യാബിനറ്റിന്റെ റിട്ടേൺ റെക്കമെൻഡേഷൻ വേണം എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. അപ്പൊ നമുക്കറിയാം 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിലും പാർലമെന്റിന്റെ സമ്മതം വേണം എന്ന് അറിയാം. അപ്പൊ ഇതിൽ മെജോറിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ദേശീയ അടിയന്തരാവസ്ഥ എടുക്കുകയാണെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥയാണ്. അപ്പൊ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതായത് പ്രത്യേക ഭൂരിപക്ഷം വേണം. എന്താണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ലോക്സഭയിൽ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോകുന്നുള്ള പ്രമേയം അവതരിപ്പിക്കുകയാണ്. അത് അവതരിപ്പിക്കുമ്പോൾ മൊത്തം ലോകസഭാ അംഗങ്ങളുടെ 50% അംഗീകരിക്കണം. 50%. അതുപോലെ തന്നെ അവിടെ പ്രസന്റ് ആയിരിക്കുന്ന, ആ സമ്മേളനത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന അംഗങ്ങളുടെ 2/3 അംഗങ്ങളും സമ്മതിക്കണം. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി. ഇപ്പൊ നിങ്ങൾ സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്ന് പഠിക്കുക. സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അവിടെ ഹാജരായിരിക്കുന്ന അംഗങ്ങൾ, ആ സമ്മേളനത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഹാജരായിരിക്കുന്ന അംഗങ്ങൾ, ആ അംഗങ്ങളുടെ 2/3 പേരും അല്ലെ, 2 പേരും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ അനുകൂലിച്ച് വോട്ട് ചെയ്തവരുടെ മൊത്തം എണ്ണം ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ആ ലോകസഭയുടെ മൊത്തം സ്ട്രെങ്ത്തിന്റെ 50% കൂടുതലും വേണം. അതാണ് എന്തെന്ന് പറയുന്നത്, സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി വേണം. പക്ഷെ മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കാര്യത്തിലും അതുപോലെ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കാര്യത്തിലും സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട, കേവല ഭൂരിപക്ഷം മതി. ഭൂരിപക്ഷം അഥവാ സിമ്പിൾ മെജോറിറ്റി മതി. മനസ്സിലായോ? അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേക ഭൂരിപക്ഷം അഥവാ സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഇത് സംസ്ഥാന അടിയന്തരാവസ്ഥയും സാമ്പത്തിക അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷം മതി. എന്തായാലും പാർലമെന്റിന് സമ്മതം വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ മറ്റേതിലാവുമ്പോൾ, ദേശീയ അടിയന്തരാവസ്ഥയാവുമ്പോൾ അത് പ്രത്യേക ഭൂരിപക്ഷം വേണം. സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കേസിലും അതേപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കേസിലും അത് സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം മതി. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ലോകസഭ ഇപ്പൊ വിളിച്ചു കൂട്ടാത്ത സമയമാണെന്ന് വിചാരിക്കുക. വിളിച്ചു കൂട്ടാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ എന്തെടുത്തിരിക്കണം? ഈ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം. ദേശീയ അടിയന്തരാവസ്ഥ കാര്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം. പക്ഷേ നമ്മുടെ ഇത് രണ്ടും, സംസ്ഥാന അടിയന്തരാവസ്ഥയുടെയും സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെയും കേസിൽ കുറച്ചും കൂടിയും ഒരു ഇതുണ്ട് അല്ലെ, ഇളവുണ്ട്. എന്താണെന്നറിയോ? 2 മാസത്തിനുള്ളിൽ എടുത്താൽ മതി. പാർലമെന്റിന്റെ അംഗീകാരം 2 മാസത്തിനുള്ളിൽ എടുത്താൽ മതി. മനസ്സിലായി? അപ്പൊ ഒന്നാമത് പറഞ്ഞ കാര്യം നമ്മൾ ഇതിന്റെ ആർട്ടിക്കിളുകൾ പറഞ്ഞു, 352, 356, 360 കിട്ടിയില്ലേ? രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്തായാലും പാർലമെന്റിന്റെ അംഗീകാരം വേണം, അത് ഉറപ്പാണ്. അപ്പൊ നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേക ഭൂരിപക്ഷം അഥവാ സ്പെഷ്യൽ മെജോറിറ്റി വേണം. സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കാര്യത്തിലും സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കാര്യത്തിലും കുറച്ചും കൂടി അവിടെ ഒരു ഇളവുണ്ട്. എന്ത് മതി? കേവല ഭൂരിപക്ഷം അഥവാ സിമ്പിൾ മെജോറിറ്റി മതി. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത്, ആ സമയത്ത് നമ്മുടെ ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭ കൂടുന്നില്ല, സമ്മേളിക്കാത്ത സമയമാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ? അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരു മാസത്തിനുള്ളിൽ ഈ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചാൽ മതി. ഏതിന്റെ കേസിൽ? ദേശീയ അടിയന്തരാവസ്ഥയുടെ കേസിൽ ഒരു മാസത്തിനുള്ളിൽ അംഗീകാരം ലഭിക്കണം. പക്ഷെ നമ്മുടെ സംസ്ഥാനവും സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കേസിലാവുമ്പോഴും കുറച്ചും കൂടി ഒരളവുണ്ട്. 2 മാസത്തിനുള്ളിൽ പെർമിഷൻ ലഭിച്ചാൽ മതി, 2 മാസത്തിനുള്ളിൽ അംഗീകാരം ലഭിച്ചാൽ മതി. ഇനി ഇത് ഏത് അടിയന്തരാവസ്ഥയെങ്കിലും, അത് ദേശീയ അടിയന്തരാവസ്ഥ ആയിക്കോട്ടെ, സംസ്ഥാന അടിയന്തരാവസ്ഥ ആയിക്കോട്ടെ, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആയിക്കോട്ടെ, ഇത് പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും രാഷ്ട്രപതിയാണ്. വേറെ ആരും ചെയ്യില്ല. ഇത് പ്രഖ്യാപിക്കുന്നതും രാഷ്ട്രപതിയാണ്, പിൻവലിക്കുന്നതും രാഷ്ട്രപതിയാണ്.
ഇനി ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ തന്നെ ലോകസഭയിൽ പ്രമേയം പാസ്സാക്കി അവതരിപ്പിക്കണം. ലോകസഭയിൽ അപ്പോൾ സിമ്പിൾ മെജോറിറ്റി മതി, സ്പെഷ്യൽ മെജോറിറ്റി ഒന്നും വേണ്ട, സിമ്പിൾ മെജോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പിൻവലിക്കാൻ സാധിക്കും. പക്ഷെ സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പിൻവലിക്കാം, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാർലമെന്റിന്റെ അധികാരം വേണമെന്നുണ്ടെങ്കിലും പിൻവലിക്കാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. അതേപോലെ തന്നെ ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ രാഷ്ട്രപതിക്ക് തോന്നി സാമ്പത്തിക സ്ഥിതിയൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിൻവലിക്കാം. അതിനും നമ്മുടെ പാർലമെന്റിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് 3 അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിക്കണമെങ്കിൽ പാർലമെന്റിന്റെ നിർബന്ധമായിട്ടുള്ള അംഗീകാരം ലഭിക്കണം. പക്ഷെ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥയുടെ കേസിൽ മാത്രം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചാൽ മതി, അത് കേവല ഭൂരിപക്ഷം മതി. മറ്റേതിന്റെ രണ്ടും നമ്മുടെ രാഷ്ട്രപതിക്ക് തോന്നുകയാണെങ്കിൽ പിൻവലിക്കാം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പിൻവലിക്കാൻ സാധിക്കും. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഇത് അംഗീകരിച്ചു എന്ന് വെച്ചിട്ട് ഇഷ്ടം പോലെ നാള് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ തോന്നിയ പോലെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അതായത് മാക്സിമം 6 മാസം വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇത് നമ്മുടെ ലോകസഭ ഇവിടുന്ന് പാർലമെന്റിൽ നിന്ന് അംഗീകാരം വാങ്ങിക്കാൻ സാധിക്കും. 6 മാസം വരെ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 6 മാസം എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അംഗീകാരം വാങ്ങിക്കണം. അങ്ങനെയാണ് ഇതിന്റെ ഒരു നടപടി. അതിൽ ദേശീയ അടിയന്തരാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ അംഗീകാരം വാങ്ങിച്ച് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥയുടെ കേസിൽ നമുക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. പക്ഷെ ഓരോ 6 മാസം കൂടുമ്പോഴും ഈ പാർലമെന്റിന്റെ അംഗീകാരം വാങ്ങിച്ചിരിക്കണം. എന്നാൽ സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കേസിൽ അങ്ങനെയല്ല, മാക്സിമം 3 വർഷം വരെ നീട്ടിക്കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം അതിന് നേരത്തെ നമ്മൾ പറഞ്ഞു, ഡെഡ് ലെറ്റർ, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം 3 വർഷം വരെ മാത്രമേ നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 6 മാസം കൂടുമ്പോൾ പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കണം. പക്ഷെ മാക്സിമം 3 വർഷം വരെ മാത്രമേ സംസ്ഥാന അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുള്ളൂ. പിന്നെ ചില കേസുകളിൽ ഈ 3 വർഷത്തേക്കാൾ കൂടുതൽ കൂടും. അതെന്താന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞു, അത് 3 വർഷം എത്തി, പക്ഷെ ഇപ്പോഴും അവിടെ ഇലക്ഷൻ നടത്താനുള്ള ഒരു സാഹചര്യമല്ല. കാരണം മന്ത്രിസഭനെ പിരിച്ചുവിട്ടിരിക്കുകയാണല്ലോ, ഇലക്ഷൻ നടത്തി തെരഞ്ഞെടുക്കണ്ടേ. പക്ഷെ അവിടെ ഇലക്ഷൻ നടത്താനുള്ള ഒരു സാഹചര്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയണം. അയ്യോ പറ്റൂല കേട്ടോ, ഇപ്പൊ അവിടെ ഇലക്ഷൻ നടത്താൻ പറ്റൂല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വീണ്ടും നീട്ടാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അത് പിൻവലിക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുവരുന്നു നാഷണൽ എമർജൻസി. നമ്മളൊരു സംസ്ഥാന അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ പോകുന്ന സമയത്ത് അവിടേക്ക് നാഷണൽ എമർജൻസി കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്കിത് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. ഈ 2 കേസ് അല്ലാതെ മറ്റൊരു കേസിലും 3 വർഷത്തിൽ കൂടുതൽ സംസ്ഥാന അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. മനസ്സിലായ? അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥയാണെന്നുണ്ടെങ്കിൽ 6 മാസം കൂടി അംഗീകാരം എടുത്താൽ മതി, എത്ര നാള് വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കേസിലാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ അംഗീകാരം എടുക്കണം. പക്ഷെ 3 വർഷത്തിൽ കൂടുതൽ അത് നീട്ടാൻ സാധിക്കില്ല. പിന്നെ 2 കേസിൽ മാത്രമേ നീട്ടാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, നമ്മുടെ അടിയന്തരാവസ്ഥ കഴിയുന്ന സമയത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് ഇപ്പൊ അവിടെ ഇലക്ഷൻ നടത്താൻ പറ്റിയ സാഹചര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ നീട്ടാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ആ സ്റ്റേറ്റ് എമർജൻസി പിൻവലിക്കാൻ പോകുന്ന സമയത്ത് അവിടേക്ക് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ എമർജൻസിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു അംഗീകാരം വേണമെന്നില്ല, 6 മാസം കൂടുമ്പോൾ അംഗീകാരം ഒന്നും വേണമെന്നില്ല. ഒരു തവണ നമ്മുടെ പാർലമെന്റിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഫിനാൻഷ്യൽ എമർജൻസി നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും. അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു, അതായത് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ധനകാര്യ കാര്യങ്ങളിലൊക്കെ ഓക്കെ ആയെന്ന് തോന്നുമ്പോൾ മാത്രം രാഷ്ട്രപതിക്ക് പിൻവലിച്ചാൽ മതി. എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ആ ഫിനാൻഷ്യൽ എമർജൻസി നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും. ഇത്രയാണ് ഈ 3 കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ട് എന്നിട്ട് ആ പട്ടിക തിരിച്ചൊന്ന് എഴുതി വെക്കുക. ഈ 3 ഡിഫറൻസുകൾ പട്ടിക തിരിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ ആ ആർട്ടിക്കിൾ പറഞ്ഞു, പിന്നെ നമ്മൾ ഈ ലോകസഭ എന്തായാലും പാർലമെന്റ് അംഗീകാരം വേണം. ആ അംഗീകരിക്കുന്ന സമയത്ത് മെജോറിറ്റി കേസ് അല്ലെ, അതായത് സ്പെഷ്യൽ മെജോറിറ്റി വേണം. പിന്നെ രണ്ടിടത്തും സിമ്പിൾ മെജോറിറ്റി മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇനി എങ്ങാനും പാർലമെന്റിന് അത് പാസ്സാക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അല്ലെങ്കിൽ ഇത് നമ്മുടെ ലോകസഭയോ രാജ്യസഭയോ സമ്മേളിക്കാത്ത സമയത്താണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദേശീയ അടിയന്തരാവസ്ഥയെങ്കിൽ 1 മാസത്തിനുള്ളിൽ എടുക്കണം, മറ്റേത് 2 ആണെങ്കിൽ 2 മാസത്തിനുള്ളിൽ പെർമിഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനി എല്ലാതും പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. പക്ഷെ മറ്റേ 1ാമത്തെ കേസിൽ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി മതി. 2ാമത്തെ കേസിൽ സംസ്ഥാന എമർജൻസിയുടെ കേസിലും ഫിനാൻഷ്യൽ എമർജൻസിയുടെ കേസിലും അംഗീകാരം ഒന്നും വേണ്ട, രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം എന്ന് പറഞ്ഞു അല്ലെ.
പിന്നെ പറഞ്ഞത് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ആണെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ, രണ്ട് എമർജൻസിയുടെ കേസിലും 6 മാസം കൂടുമ്പോൾ അംഗീകാരം എടുക്കണം അല്ലെ. 6 മാസം കൂടുമ്പോൾ പാർലമെന്റിന്റെ അംഗീകാരം എടുത്തെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ദേശീയ അടിയന്തരാവസ്ഥ എത്ര കാലത്തേക്ക് വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാം. പക്ഷെ നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥ മാക്സിമം 3 വർഷത്തേക്ക് മാത്രമേ നീട്ടാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോൾ അംഗീകാരം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാഷ്ട്രപതിക്ക് എത്ര നാൾ വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. അപ്പൊ ആ കമ്പാരിസൺ ഓക്കെ ആയില്ലേ. അടുത്ത നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ 3 തവണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 തവണ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 3ഉം പഠിക്കണം. അപ്പൊ ഇന്ത്യയിൽ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കും. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷങ്ങൾ എന്ന് പറയുന്നത് 62, 71, 75. ഏതൊക്കെ വർഷങ്ങളാണ്? 62, 71, 75. അത് പഠിച്ചു വെക്കുക. അപ്പൊ തന്നെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ വർഷമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്? 1962, 1971, 1975. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ നോക്കാം. 1962 ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇത് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ എന്തെങ്കിലും കാരണം വേണമല്ലോ. 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുക. ഒന്നാമത്തേന്ന് പറയുന്നത് വിദേശാക്രമണം. ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യയെ ആക്രമിക്കുക. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് യുദ്ധം വരാം. മൂന്നാമത്തെ കാരണം സായുധ കലാപം. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കാരണം തന്നെയാണ് നമ്മളിവിടെ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. അതായത് ചൈനീസ് ആക്രമണം. ചൈന ഇന്ത്യയെ ആക്രമിച്ചതാണ് ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. 1962 ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നും പറഞ്ഞു. അപ്പൊ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? 1962 ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? നെഹ്റു ആയിരുന്നു അല്ലെ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1964 നെഹ്റു മരണപ്പെട്ടത്. അപ്പൊ അതുവരെ അദ്ദേഹം തന്നെയായിരുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രി. അപ്പോൾ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി രാഷ്ട്രപതി ആരായിരുന്നു ആ സമയത്ത്? 1962 എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപതി അല്ലെ, അതായത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ആ സമയത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രതിരോധ മന്ത്രിയും കൂടി പഠിച്ചു വെക്കണം. ആ സമയത്തെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് VK കൃഷ്ണമേനോൻ ആയിരുന്നു പ്രതിരോധ മന്ത്രി. ഇനി ഇതാരാണ് ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്? അപ്പോൾ ഒന്നാമത്തെ അടിയന്തരാവസ്ഥയും രണ്ടാമത്തെ അടിയന്തരാവസ്ഥയും ഏകദേശം 6 വർഷത്തോളം നീണ്ടു നിന്നു. 6 വർഷത്തോളം നീണ്ടു നിന്ന ഒരു അടിയന്തരാവസ്ഥയാണ് 1ഉം 2ഉം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന അടിയന്തരാവസ്ഥ രണ്ടാമത്തേതായിരുന്നു. രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതായത് 1962 പ്രഖ്യാപിച്ചിട്ട് 1968 ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. അത് പിൻവലിച്ചത് മൂന്നാമത്തെ രാഷ്ട്രപതിയായിട്ടുള്ള സക്കീർ ഹുസൈൻ ആണ് പിൻവലിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 1962 ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചൈനീസ് ആക്രമണമായിരുന്നു. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് VK കൃഷ്ണമേനോൻ ആയിരുന്നു. ഇനി അത് പിൻവലിച്ചത് ആരാണ്? സക്കീർ ഹുസൈൻ ആണ് പിൻവലിച്ചത്. 1968 പിൻവലിച്ചത്. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഓക്കെയില്ലേ. ഇനി രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ എന്നാണ് പ്രഖ്യാപിച്ചത്? 1971 രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പൊ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ നെഹ്റു ആയിരുന്നില്ലേ. അപ്പൊ നെഹ്റുവിന്റെ മകളായിരുന്നു 2ഉം 3ഉം. അതായത് നമ്മുടെ ഇന്ദിരാഗാന്ധി ആയിരുന്നു രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തും ആര് തന്നെയായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു പ്രധാനമന്ത്രി. ഇനി പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് വി വി ഗിരി ആയിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി ആ സമയത്തെ പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം ആയിരുന്നു ആ സമയത്തെ പ്രതിരോധ മന്ത്രി. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന ഒരു അടിയന്തരാവസ്ഥയാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ. അത് മാത്രമല്ല ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച അടിയന്തരാവസ്ഥയും രണ്ടാമത്തെ അടിയന്തരാവസ്ഥയായിരുന്നു അല്ലെ. ഈ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്താണ് വീണ്ടും മൂന്നാമതൊരു അടിയന്തരാവസ്ഥ കൂടി കൊണ്ടുവരുന്നത്. അപ്പൊ ജനങ്ങളുടെ ഒരുവിധം പണി പാളിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മ ജീവനും കൊണ്ട് ഓടി രണ്ടാമത്തെ അടിയന്തരാവസ്ഥയിൽ നമ്മൾ ശരിക്കും ജനങ്ങളുടെ ജീവനും
കൊണ്ട് ഓടി എന്ന് ഓർത്തിരുന്നാൽ ജഗ്ജീവൻ റാമായിരുന്നു ആ സമയത്ത് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് ജഗ്ജീവൻ റാമായിരുന്നു. ഈ രണ്ടും മൂന്നും അടിയന്തരാവസ്ഥകൾ ഒരുമിച്ച് ഒരേ സമയമാണ് പിൻവലിച്ചത്. അതായത് 1977 രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതും മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതും. ഇത് രണ്ടും പിൻവലിച്ചത് BD ജെട്ടി തന്നെയാണ്. അപ്പൊ രണ്ട് അടിയന്തരാവസ്ഥയും, രണ്ടാമത്തെ അടിയന്തരാവസ്ഥയും മൂന്നാമത്തെ അടിയന്തരാവസ്ഥയും പിൻവലിച്ചത് BD ജെട്ടി തന്നെയാണ്. അപ്പൊ നമ്മ എന്തൊക്കെ പറഞ്ഞു രണ്ടാമത്തെ അടിയന്തരാവസ്ഥനെ കുറിച്ചിട്ട്? രണ്ടാമത്തെ അടിയന്തരാവസ്ഥ 1971 പ്രഖ്യാപിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. രാഷ്ട്രപതി എന്ന് പറയുന്നത് VV ഗിരി ആയിരുന്നു. അത് പിൻവലിച്ചത് ആരാണ്? BD ജെട്ടിയാണ് പിൻവലിച്ചത്. ആ സമയത്തെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് ജഗ്ജീവൻ റാമായിരുന്നു. ഇനി രണ്ടാമത്തെ അടിയന്തരാവസ്ഥ എന്ത് കാരണമാണ് പ്രഖ്യാപിച്ചത്? ഇന്ത്യ പാക് യുദ്ധം മൂലമാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പൊ അത് സെറ്റായില്ലേ. ഇനി മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975. അതായത് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് മൂന്നാമതൊരു അടിയന്തരാവസ്ഥ കൂടി കൊണ്ടുവരുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് സായുധ കലാപമായിരുന്നു. അതായത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായിരുന്നു മൂന്നാമത്തെ അടിയന്തരാവസ്ഥ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇന്റേണൽ എമർജൻസി എന്ന് പറയാം. അതായത് ഒരു രാജ്യത്തിന്റെ അകത്തു നിന്നുള്ളൊരു കാരണമാണ് അല്ലെ ആ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള കാരണമായി തീർന്നത്. ആഭ്യന്തര കലാപം അല്ലെങ്കിൽ സായുധ കലാപം അല്ലെ. അപ്പൊ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഒരു പ്രശ്നമാണ് എമർജൻസിക്ക് കാരണമായത്. അപ്പൊ നമുക്കതിനെ ഇന്റേണൽ എമർജൻസി എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഈ 1975 പ്രഖ്യാപിച്ച ഈ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥന് നമുക്ക് ഇന്റേണൽ എമർജൻസി അല്ലെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നും കൂടി പറയാം. മുമ്പ് പറഞ്ഞ രണ്ട് അടിയന്തരാവസ്ഥയെ നമുക്ക് എക്സ്റ്റേണൽ എമർജൻസി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാഹ്യ അടിയന്തരാവസ്ഥ എന്ന് പറയാം. ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അല്ലെ. വിദേശാക്രമണം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഒരു കാരണമാണ്. യുദ്ധം എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ഇന്ത്യയും മറ്റൊരു രാജ്യവും തമ്മിലുള്ള യുദ്ധം അല്ലെ. അപ്പൊ അവിടെയും ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ബാഹ്യ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയാം. ഇനി ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള കാരണങ്ങൾ മൂലമാണ് എമർജൻസി ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എങ്കിൽ നമുക്കതിന് ഇന്റേണൽ എമർജൻസി അല്ലെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയാം. അപ്പൊ നമ്മുടെ 1975 പ്രഖ്യാപിച്ച ഈ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ആഭ്യന്തരമായിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് അല്ലെങ്കിൽ ഇന്റേണൽ എമർജൻസിയാണ്. മുമ്പ് പറഞ്ഞ രണ്ടെണ്ണം, അതായത് 1962 എമർജൻസി ആണെങ്കിലും 1971 എമർജൻസി ആണെന്നുണ്ടെങ്കിലും അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള റീസൺ കൊണ്ടാണ്. അതുകൊണ്ട് അതിന് എക്സ്റ്റേണൽ എമർജൻസി അല്ലെങ്കിൽ ബാഹ്യ അടിയന്തരാവസ്ഥ എന്ന് നമുക്ക് പറയാം. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ബാഹ്യ ആക്രമണവും യുദ്ധം കാരണവുമാണ് ഒരു എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എക്സ്റ്റേണൽ എമർജൻസി അല്ലെങ്കിൽ ബാഹ്യ അടിയന്തരാവസ്ഥ എന്ന് പറയാം. അതൊരു സായുധ കലാപം മൂലമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇന്റേണൽ എമർജൻസി അഥവാ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയാം. നമ്മളപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1975 പ്രഖ്യാപിച്ചത്. അതിന് നമുക്ക് എന്തെന്നും കൂടി പറയാം? ഇന്റേണൽ എമർജൻസി അഥവാ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നുകൂടി പറയാം. 1975 മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ഇവിടുത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു അടിയന്തരാവസ്ഥ നിൽക്കുന്നു, അതിന്റെ കൂടെ മറ്റൊരു അടിയന്തരാവസ്ഥ കൂടി കൊണ്ടുവരാന്ന് പറഞ്ഞത് ശരിക്കും ഒരു അഹമ്മദിയാണ് അല്ലെ. ശരിക്കും ഒരു അഹമ്മദിയാണ് ഒരു അടിയന്തരാവസ്ഥ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവരാന്ന് പറഞ്ഞത്. അപ്പൊ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇനി ആ സമയത്ത് പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് സോരൻ സിംഗ് ആണ്. ആ സമയത്ത് പ്രതിരോധ മന്ത്രി സോരൻ സിംഗ് ആണ്. ഇത് പ്രഖ്യാപിക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞു ആഭ്യന്തര കലാപമായിരുന്നു. ആഭ്യന്തര കലാപം എന്ന് പറയാൻ പാടില്ല, സായുധ കലാപം 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര കലാപം എന്നുള്ളതിന് എന്താക്കി മാറ്റിയിട്ടുണ്ട്? സായുധ കലാപം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ സായുധ കലാപമാണ് മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇത് പിൻവലിച്ചത് ആര് തന്നെയാണ്? BD ജെട്ടി തന്നെയാണ് പിൻവലിച്ചത്. രണ്ടും മൂന്നും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ചത് BD ജെട്ടി തന്നെയാണ്. രണ്ടും ഒരുമിച്ചാണ് പിൻവലിച്ചത്. 1977 മാർച്ച് 21 BD ജെട്ടി ഈ രണ്ടാമത്തെ അടിയന്തരാവസ്ഥയും മൂന്നാമത്തെ അടിയന്തരാവസ്ഥയും ഒരുമിച്ച് പിൻവലിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് അടിയന്തരാവസ്ഥകളും ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇത് മൂന്നും കൃത്യമായി എഴുതി വെച്ച് പഠിക്കാം. ഒന്നും കൂടി ഓടിച്ച് പറയാണ്. ഒന്നാമത്തെ അടിയന്തരാവസ്ഥ 1962 പ്രഖ്യാപിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ ആയിരുന്നു.
പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനായിരുന്നു. പിൻവലിച്ചത് ആരാണ്? പിൻവലിച്ചത് സക്കീർ ഹുസൈനാണ് പിൻവലിച്ചത്. ഇത് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്തായിരുന്നു? ചൈനീസ് ആക്രമണമാണ് പ്രഖ്യാപിക്കാനുള്ള കാരണം. ഇനി രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1971 പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് എന്ന് പറയുന്നത് VV ഗിരി ആയിരുന്നു. പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് ജഗ്ജീവൻ റാമായിരുന്നു. പിൻവലിച്ചത് BD ജെട്ടിയാണ്. പിൻവലിച്ച രാഷ്ട്രപതി BD ജെട്ടിയാണ്. ഈ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇന്ത്യ പാക് യുദ്ധമാണ് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ്. 1971 മുതൽ 77 വരെ തന്നെയായിരുന്നു നീണ്ടുനിന്നത്. ഇനി മൂന്നാമത്തെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് 1975 പ്രഖ്യാപിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് സോരൻ സിംഗ് ആയിരുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചതും BD ജെട്ടി തന്നെയാണ്. 1977 മാർച്ച് 21 രണ്ടും മൂന്നും ദേശീയ അടിയന്തരാവസ്ഥകൾ ഒരുമിച്ചാണ് പിൻവലിച്ചത്. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സായുധ കലാപമായിരുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ PSC ബുള്ളറ്റിൻ 65 വിശേഷാൽ പതിപ്പിൽ തന്നിട്ടുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. നമ്മൾക്ക് ഓരോ 1 by 1 ചോദ്യങ്ങളായിട്ട് പറയാം. പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെ, 18 എന്ന് പറയുമ്പോൾ 8ന്റെ പണിയാണ് അല്ലെ. അപ്പൊ എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം പ്രസിഡന്റ് ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ഏത്? ആർട്ടിക്കിൾ 352 പ്രകാരം ആദ്യമായിട്ട് ഏത് വർഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1962 അല്ലെ. 62, 71, 75 3 പ്രാവശ്യമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആദ്യത്തെ വർഷം 1962, രണ്ടാമത് 1971, മൂന്നാമത് 1975. ഇനി ഏത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഇതും നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. നമ്മൾ ദേശീയ അടിയന്തരാവസ്ഥനെ തന്നെ രണ്ടായി തിരിച്ചിരിക്കുന്നു അല്ലെ. എക്സ്റ്റേണൽ എമർജൻസി അഥവാ ബാഹ്യ അടിയന്തരാവസ്ഥ എന്നും ഇന്റേണൽ എമർജൻസി അഥവാ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നും. ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സായുധ കലാപമാണ്. സായുധ കലാപം മൂലമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? ഇന്റേണൽ എമർജൻസി അഥവാ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയും. അല്ല, ഇനി യുദ്ധമോ വിദേശാക്രമണമോ മൂലമാണ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? ബാഹ്യ അടിയന്തരാവസ്ഥ അഥവാ എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയും. അപ്പൊ 1962ലെയും 71ലെയും എന്താണ്? നമ്മുടെ ബാഹ്യ അടിയന്തരാവസ്ഥയാണ്. എന്നാൽ 1975 പ്രഖ്യാപിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് നമ്മുടെ ഇവിടുത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഈ സായുധ കലാപം എന്നുള്ള പേര് മാറ്റി അല്ലെ, പേരല്ലായിരുന്നു ആദ്യം. ആദ്യത്തെ പേര് ആഭ്യന്തര അസ്വസ്ഥത എന്നായിരുന്നു. ആഭ്യന്തര അസ്വസ്ഥത അഥവാ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു ആദ്യത്തെ പേര്. ഇത് 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വാക്ക് മാറ്റിയിട്ട് അവിടെ സായുധ കലാപം എന്നാക്കി മാറ്റിയത്. സായുധ കലാപം അഥവാ എന്താക്കി മാറ്റി? ആംഡ് റെബലിയൻ എന്നാക്കി മാറ്റി. അപ്പൊ ആദ്യം ഇന്റേണൽ ഡിസ്റ്റർബൻസ് അഥവാ ആഭ്യന്തര അസ്വസ്ഥത എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് സായുധ കലാപം അഥവാ ആംഡ് റെബലിയൻ എന്നുള്ള പേരാക്കി മാറ്റിയത് 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി അടുത്ത ചോദ്യം, വിദേശാക്രമണം, സായുധ കലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത്? അവിടെ വിദേശാക്രമണം ഉണ്ടല്ലേ, വിദേശാക്രമണം അതേപോലെ തന്നെ യുദ്ധം, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിക്കുക? ദേശീയ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിക്കുക അഥവാ നമ്മുടെ നാഷണൽ എമർജൻസി. അപ്പൊ ഇത് പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 352. അടുത്ത ചോദ്യം, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര സമയത്തിനുള്ളിലാണ് പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കേണ്ടത്? സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ അംഗീകാരം എടുത്താൽ മതി അല്ലെ. ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിൽ മാത്രം 1 മാസത്തിനുള്ളിൽ അംഗീകാരം എടുക്കണം. നമ്മുടെ നാഷണൽ എമർജൻസി ആണെങ്കിൽ 1 മാസത്തിനുള്ളിൽ. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് എമർജൻസിയുടെ കേസിലും ഫിനാൻഷ്യൽ എമർജൻസിയുടെ കേസിലും 2 മാസത്തിനുള്ളിൽ അംഗീകാരം എടുത്താൽ മതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ദേശീയ അടിയന്തരാവസ്ഥ എത്രാമത്തേതാണ്? രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്നത്.
അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20ഉം 21ഉമാണ്. ആരുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ആരുടെ ശുപാർശ പ്രകാരമാണ്? ക്യാബിനറ്റിന്റെ, അല്ലെ? ക്യാബിനറ്റ് ഓപ്ഷനിലെ പ്രധാനമന്ത്രി എന്നൊക്കെ ഉണ്ടാവും, എഴുതരുത്. ആരുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ക്യാബിനറ്റിന്റെ ശുപാർശ പ്രകാരം. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ സംബന്ധിച്ച വ്യവസ്ഥകൾ കടപ്പെട്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമത്തിനോടാണ്? ഏത് നിയമത്തിനോടാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് അടിയന്തരാവസ്ഥ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്, അല്ലെ? എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യും എന്നുള്ള വ്യവസ്ഥയാണ് നമ്മുടെ ജർമ്മനിയുടെ വേമർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. അല്ലാതെ വെറുതെ അടിയന്തരാവസ്ഥ ഏത് നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ച തീയതി. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1977 മാർച്ച് 21-നാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി ആരാണ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി BD ജെട്ടിയാണ്. രാജ്യത്താദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ 360 സായുധ വിപ്ലവം ഉണ്ടായാൽ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാവൂ എന്ന വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 44ാമത്തെ അമെൻമെന്റ് ആണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 352 ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് മാത്രമായി ദേശീയ അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? 42ാമത്തെ ഭേദഗതിയാണ്, അല്ലെ? ഇന്ത്യ മൊത്തമായിട്ടല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായി വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നത് ഭരണഘടനാ ഭേദഗതി 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനയുടെ 356 അനുച്ഛേദം പ്രകാരം മന്ത്രിസഭ പിരിച്ചുവിട്ട ആദ്യത്തെ സംസ്ഥാനം. 352 പ്രകാരം മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആദ്യമായിട്ട് കേരളത്തിലാണ്. ആദ്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി അഥവാ പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നത് പഞ്ചാബിലാണെങ്കിലും 356 അനുച്ഛേദ പ്രകാരം മന്ത്രിസഭ പിരിച്ചുവിട്ട ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. 1959 ജൂലൈ 31-നാണ് പിരിച്ചുവിട്ടത്. വിമോചന സമരത്തെ തുടർന്ന്, അല്ലെ? വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31-നാണ് കേരളത്തിലെ മന്ത്രിസഭ പിരിച്ചുവിട്ടത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ലോകസഭയുടെ കാലാവധി എത്ര കാലയളവിലേക്ക് നീട്ടാൻ വ്യവസ്ഥയുള്ളത്? എത്ര കാലയളവിലേക്ക് ലോകസഭയുടെ കാലാവധി നീട്ടാൻ സാധിക്കും? 1 വർഷത്തേക്ക് നീട്ടാൻ സാധിക്കും, അല്ലെ? എന്നാൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ തുടരാനും പാടില്ല. 1 വർഷം വരെ നീട്ടിക്കൊണ്ടുപോകാം. പക്ഷെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് 6 മാസത്തിൽ കൂടുതൽ തുടരാൻ പാടില്ല. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച ഒന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു? പഞ്ചാബ് ആയിരുന്നു, അല്ലെ? രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പെപ്സു ആണ്. പെപ്സു. അപ്പൊ പെപ്സു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്ത്യയുടെ സംസ്ഥാനമല്ല, ഇന്ത്യയിലുള്ള സംസ്ഥാനമല്ല എന്ന് ചിലർക്കെങ്കിലും തോന്നും. പക്ഷെ അത് ഇന്ത്യയിലെ സംസ്ഥാനമായിരുന്നു പെപ്സു എന്ന് പറയുന്നത്. നമ്മുടെ 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഇത് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളും പുനഃസംഘടിപ്പിച്ചു, അല്ലെ? അത് പ്രകാരം ഈ പെപ്സു എന്നുള്ളത് പഞ്ചാബിൽ ാണ് ചെയ്തത്. അപ്പൊ അതിനു മുമ്പ് 1956 നമ്മുടെ ഈ പഞ്ചാബ് എന്ന് പറഞ്ഞ പഞ്ചാബിൽ ലയിക്കുന്നതിന് മുമ്പ് പെപ്സു എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റേറ്റ് ആയിരുന്നു ഇന്ത്യയിലെ. അപ്പൊ രണ്ടാമതായിട്ട് രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്ന ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെപ്സു ആണ് ആൻസർ. 1952 അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം ഏത്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് 1977 ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നത്? അതും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് യൂണിയന്റെ കടമയാണ് എന്ന് പ്രസ്താവിക്കുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ്? ആർട്ടിക്കിൾ 355 നമ്മൾ പറഞ്ഞതാണ്. 352 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥയാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളുടെയും കൺട്രോള് കേന്ദ്രത്തിനാകും എന്നാണ് ആർട്ടിക്കിൾ 353 പറഞ്ഞത്. 354 എന്താണ് പറഞ്ഞത്? ധനവിനിയോഗം, അല്ലെ? 354 പറഞ്ഞത് ധനവിനിയോഗവും ആരേറ്റെടുക്കും? നമ്മുടെ കേന്ദ്രം ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ 355 പറഞ്ഞത് ഇങ്ങനെ കൺട്രോൾ ഏറ്റെടുത്താൽ മാത്രം പോരാ,
ഈ സംസ്ഥാനങ്ങളെ നമ്മുടെ വിദേശാക്രമണത്തിനും അതുപോലെ തന്നെ ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നെല്ലാം സംരക്ഷിക്കേണ്ട കടമയും യൂണിയന്റേതാണ്, അല്ലെ? യൂണിയന്റെ കടമയാണ് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 355 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, കോൺഗ്രസ് പാർലമെന്ററി ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഏത് പഞ്ചാബ് മുഖ്യമന്ത്രി രാജിവെച്ചതിനെ തുടർന്നാണ് പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്? അപ്പൊ പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം ആദ്യമായിട്ട് നിലവിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഏത് മുഖ്യമന്ത്രി രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപി ചന്ദ് ഭാർഗവ. ആരാണ്? ഗോപി ചന്ദ് ഭാർഗവ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി രാജിവെച്ചതിനെ തുടർന്നാണ് പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം വന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം. ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് പഞ്ചാബിലാണ്, 1951 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 20-21 അനുച്ഛേദം ഒഴികെയുള്ള മൗലികാവകാശങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന അനുച്ഛേദം ഏത്? അതായത് ഒരു അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 20-21 റദ്ദ് ചെയ്യാൻ സാധിക്കില്ല, അതിലൊരു സംശയമില്ല. അപ്പൊ ആർട്ടിക്കിൾ 20-21 ഒഴികെ ബാക്കിയുള്ള ഏത് അവകാശം, മൗലികാവകാശം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കും, താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന അനുച്ഛേദമാണ് ഏതാണ്? ആർട്ടിക്കിൾ 359 അല്ലെ പറയുന്നത്. 358 പറയുന്നത് ഈ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ആർട്ടിക്കിൾ 19 എല്ലാ അവകാശങ്ങളും നമുക്ക് നഷ്ടമാകും എന്നാണ് ആർട്ടിക്കിൾ 358 പറയുന്നത് അല്ലെ. 8ന്റെ പണി വരുന്നത് 358 എന്നാൽ അത് കഴിഞ്ഞ ശേഷം പറയുന്നത് എന്താണ്? ഈ 20-21 ഒഴികെ ബാക്കി ഏത് മൗലികാവകാശം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 359 പറയുന്നത്. എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് രാഷ്ട്രപതിക്ക് അധികാരമുള്ളത്? 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് അധികാരമുള്ളത്. വിദേശാക്രമണം, യുദ്ധം എന്നീ അവസരങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 19 അനുച്ഛേദത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ സ്വമേധയാ റദ്ദാകുന്നതാണ് എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ്? അല്ലെ, നാം പറഞ്ഞതാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അപ്പം തന്നെ സ്വമേധയാ റദ്ദാവും. അത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 357 പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര കാലം വരെ തുടരാൻ സാധിക്കും? എത്ര കാലം വേണമെങ്കിലും തുടരാൻ സാധിക്കില്ല, അതായത് അനിശ്ചിതത്തേക്ക് തുടരാൻ സാധിക്കും. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 1977 രാഷ്ട്രപതി ഭരണം ഉപയോഗിച്ച് എത്ര സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെയാണ് പിരിച്ചുവിട്ടത്? 9 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെയാണ് പിരിച്ചുവിട്ടത്. അപ്പൊ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 1977 രാഷ്ട്രപതി ഭരണം ഉപയോഗിച്ച് എത്ര സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെയാണ് പിരിച്ചുവിട്ടത്? 9 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെയാണ് പിരിച്ചുവിട്ടത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളെല്ലാം തന്നെ തീർന്നിരിക്കുന്നു. നമ്മുടെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഒരുവിധം PSC ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പഠിക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും കൂടി നിങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് എക്സാമിന് മുമ്പ് നോക്കി പോകണം. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇനി വരുന്ന LDC പരീക്ഷയ്ക്കും LGSനാണെങ്കിലും അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണെങ്കിലും ഇതിൽ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റുകളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിൽ കൂടി അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ കമന്റ് വായിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് വീണ്ടും 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 പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.